ആ സമയായാലോ, ഗുളിക കഴിക്കണ്ടേ? മണ്ടു മണ്ടു എവിടെ പോയി കിടക്കടി? എന്താണ് അച്ഛാ? ഗുളികയും മരുന്നും കൂടെ എടുത്തോ. മരുന്നും ഗുളികയൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞോ? അപ്പൊ എന്താ ഇജ്ജ് എടുത്ത് തിന്നുണ്ടോ? അച്ഛാ, എല്ലാ ദിവസവും അച്ഛനല്ലേ എടുത്ത് വിഴുങ്ങുന്നേ? എടി, അത് കഴിഞ്ഞ ആഴ്ചയല്ലേ വാങ്ങിയത്. അച്ഛാ, കഴിഞ്ഞ ആഴ്ചയല്ല, കഴിഞ്ഞ മാസാ വാങ്ങിയത്. കഴിഞ്ഞ മാസോ? ആ അപ്പൊ ഇനി എന്താ കാട്ടുക? എന്താ കാട്ടോ? ഇന്നോട്ട് മരുന്ന് കഴിക്കണ്ട. എന്നാ മരുന്ന് പോയി വാങ്ങിട്ട് വാടിയേ. മരുന്ന് മേടിക്കാൻ ഇവിടെ കാശൊന്നും ഇല്ല. ഞാൻ നിന്റെ തലക്കത് തന്നിട്ടല്ലോ. ഓ അച്ഛാ, വയ്യെങ്കിലേ ഇവിടെ അടങ്ങിയിരിക്കണം, അല്ലാതെ രാവിലെ തൊട്ട് എന്നോട് വഴക്കൂടാൻ വരെയല്ല വേണ്ടത്. എന്റെ ആ വാർദ്ധക്യകാല പെൻഷൻ അത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ കയ്യിൽ കിട്ടേണ്ട കാര്യമുണ്ടോ? അതൊന്ന് ആ പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കാൻ പറഞ്ഞിട്ട് ആ കഴുത ഇതുവരെ പോയിട്ടില്ല. എവിടെ അവനെവിടെ? അവനെവിടെയെന്ന് നിന്റെ ഒരു കെട്ടുണ്ടല്ലോ, ഒരു പങ്കോന്നൻ. ഞാൻ എപ്പോഴും നിന്റെ വാദം പിടിച്ച് നടക്കില്ലേ? അങ്ങനൊന്നും പറയരുത് കേട്ടോ. ശീതളാ, 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 എവിടാ? കാണാനാ? എന്തിനെങ്ങനെ തൊണ്ടൊക്കെ ഇറങ്ങ? ചുമ കൂട്ടാനാ? ആ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വാർദ്ധക്യകാല പെൻഷന്റെ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് എന്താ കേക്കാത്തത്? എന്റെ അച്ഛാ, അതാ പോസ്റ്റ്മാൻ സുഗതം ഇവിടെ വരുമ്പോ അന്വേഷിച്ചാ പോരെ? ഞാൻ അതിനു വേണ്ടി അതുവരെ നടക്കണോ? എന്താ നിനക്ക് നടന്നാല്? നിന്നെ ഏറ്റിട്ട് ഞാൻ ഒരുപാട് നടന്നിട്ടില്ലേ? അതിന് പകരം വീട്ടാ അച്ഛൻ? പകരം വീട്ടൊന്നുമല്ല, അന്നേക്ക് അറിയാവുന്നതൊക്കെ വെറുതെ. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല. അത് എന്തിനാടാ പറയണത്? അതിന് പറ്റി വരണതിനെ കിട്ടും ചെയ്തു. ഇപ്പൊ അയ്യോ, എനിക്ക് ആരുമില്ലേ, ആരുമില്ല, ആരുമില്ല. എന്തിനുള്ള പുറപ്പാടാ? ഇങ്ങനെ കൂവിട്ട് നാട്ടുകാരെ കേൾപ്പിക്കാനാ? ഞങ്ങൾ നോക്കണല്ലേ അച്ഛനെ? നോക്കുന്നുണ്ട്, കണ്ണു തുറച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ടാളും. വേറെ എന്താ, മരുന്നില്ല, ഒന്നുമില്ല. അയ്യോ അവിടെ തുപ്പരുത്. അവിടെ തുപ്പല്ലേ എന്ന് പറഞ്ഞല്ലേ അച്ഛാ? ഞാൻ തുപ്പടാ, ഇക്ക് തുപ്പാൻ വേണ്ടിട്ടാ ഞാൻ കെട്ടിണ്ടാക്കിയിട്ടുള്ളത്. നീ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാൻ തുപ്പും, മൂത്രടിക്കും, ചിലപ്പോ തൂറും. പൈസ ഇട്ടിട്ട് നാക്ക് എങ്ങനെ കൊണ്ടുപോകണ്ടെന്ന് അറിയില്ല. അതൊക്കെ വൃത്തിയാക്കാൻ പണി. എന്താ വൃത്തിയാക്കില്ലേ? വൃത്തിയാക്കും. എനിക്ക് അതിന് നടന്നാ മതിയല്ലോ. ഞാൻ ഈ പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട കാര്യത്തിനല്ലേ നീ കാണിച്ചതൊക്കെ. ഞാൻ പോയിക്കോളാം. പോയി നോക്കടാ, പിന്നെന്താ? അതെ, ഒന്ന് പോയി അത് മേടിച്ചോണ്ട് വന്നാ മരുന്നെങ്കിലും മേടിച്ചു കൊടുക്കാലോ. എന്താ? അല്ല, അച്ഛന് മരുന്ന് മേടിച്ചു കൊടുക്കണ്ടെന്ന് പറയായിരുന്നു. മേടിച്ചു കൊടുക്കണ്ടെന്ന് അവള് പറയില്ല, മേടിച്ചു കൊടുക്കണം തന്നെ പറയുള്ളൂ. അതൊക്കെയറിയാം. എന്നാലും ഇങ്ങനെയൊക്കെ എന്തായാലും കാട്ടിക്കൂട്ടിയിട്ടില്ലെങ്കിലേ അവൾക്ക് ഒരു പേടിയുണ്ടാവില്ല. അവൾക്ക് അവനൊരു പേടിയില്ലല്ലോ. നിന്റെ ഒച്ച കേട്ടിട്ടാ അപ്പൊ അവൻ തന്നെ കഞ്ഞുടിച്ചു കൊടുത്ത്. ഹലോ, നിങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. തിരുവനന്തപുരത്ത് നിന്ന് ഓർഡർ വരാണ്ട ഞമ്മക്ക് ഒന്നും കാട്ടാൻ പറ്റൂല. ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? എത്ര തവണയാണ് നിങ്ങളോട് പറയണത്? ഇവിടെ മനുഷ്യന്മാർക്ക് വേറെ പണി, നിങ്ങൾ വെച്ചിട്ട് പോയി കേട്ടോ. ശരി. എന്താ പണി? എന്താ സാർ? എന്താ പണി? അല്ല, ഞാൻ ഇതിൽ സീൽ വെക്കാൻ. ഇവിടെ നോക്ക്. ഒരു നേരം ഏതെങ്കിലും ഒരു പണി എടുക്കുക.
ഒന്നെങ്കിൽ മൊബൈൽ നോക്കുക അല്ലെങ്കിൽ സീലടിക്കുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കൂല ഇവിടെ. എന്താ സാർ? എന്താ സാറിന് അങ്ങോട്ട് നോക്കണോ? വിൽക്കാൻ വെച്ച കാർഡിന് ഇല്ലന്റെ മേലെ അല്ലെങ്കിൽ സീല് കുത്തിക്കണേ. ഇതിനൊക്കെ കായ് നീക്കി തരുമോ ഇങ്ങോട്ട്? അല്ല, ഇതെന്തായാലും സീൽ അടിക്കണ്ടേ സാർ? എന്തായാലും സീല് വെക്കണേ, ഈ അഡ്വാൻസ് ആയിട്ട് അടിച്ചു വെക്കുകയാണ് അല്ലേ? അല്ല, അത് ആരാണ്ട് അന്റെയൊക്കെ ഇവിടെ പണിക്കെടുത്ത് ഓനാണ് ചവിട്ടണ്ട്. അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊരു കംപ്ലൈന്റ് ഉള്ളൂ, അറിയോ എനിക്ക്? ആ, എന്താ ചിരിക്കണത്? എനിക്കെന്താ പണി അവിടെ? സ്പീഡ് പോസ്റ്റ് ചെയ്യുന്നു സാറേ. സ്പീഡ് പോസ്റ്റ് തന്നെയാണല്ലോ. അതെ അതെ. ഫേസ്ബുക്കിൽ കളിച്ചിരുന്നാണ്ടല്ലോ ഉണ്ണിയെ. ഇല്ല സാർ, സ്പീഡ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് സാർ. എന്താ ചെയ്യണമെന്ന് എനിക്കെന്നെ ബോധമില്ലേ? ഇപ്പോ വല്ലാത്തൊരു കഥയാണ് നിങ്ങളൊക്കെ കഥ കേട്ടോ. ഇവിടുത്തെ ഏത് നേരം ഫേസ്ബുക്കും വാട്സപ്പും, വേറെ ഒന്നുമില്ല, പണിയൊന്നുമില്ല. സാറേ, എന്താണ് സാറേ? ഇരുന്ന് പണിയെടുക്കാൻ നോക്കണോ? തമാശ ഒക്കെ ഒക്കും. ഡിപ്പാർട്ട്മെന്റിനെ പറയിപ്പിക്കാൻ ഒന്നുണ്ടായാൽ മതി. സാറേ, ഈ വാർദ്ധക്യ പെൻഷന്റെ ഇത് എവിടെ പറയാ? എന്തിവിടെ മുണ്ടെടുക്കാൻ പാടില്ലേ? എടോ, അതൊക്കെ ഈ വയസ്സായിട്ട് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇരിക്കണവർക്ക് കൊടുക്കാനുള്ളതാ. തനിക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അയ്യോ, എനിക്കല്ല, എൻ്റെ അച്ഛനാണ്. അത് ശരി. ആ, പെൻഷന്റെ കാര്യമൊക്കെ സാറോട് പറഞ്ഞു. സാറേ, ഒരു വാർദ്ധക്യ പെൻഷന്റെ കാര്യം പറയാനായിട്ട്. വാർദ്ധക്യം, എന്റെ അച്ഛന്റെ വാർദ്ധക്യ പെൻഷന്റെ കാര്യം പറയാനായിട്ടേ. അച്ഛന്റെ വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ നിങ്ങളാ വരല്? അച്ഛൻ ജീവിച്ചിരിപ്പില്ലേ? ഉണ്ടോ? ഓ, അച്ഛന്റെ വാർദ്ധക്യ പെൻഷൻ കിട്ടിയിട്ട് അങ്ങോട്ട് അടിച്ചു പൊളിക്കാനായിരിക്കും മക്കൾക്ക് അല്ലേ? സാറേ, ഈ പറഞ്ഞ അച്ഛന് തീരെ വയ്യാതെ കിടപ്പാണ്. അപ്പോ അച്ഛന് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ. ആർക്കാണോ പെൻഷൻ വേണ്ടത് ഓര് ഇവിടെ വന്ന് ഒപ്പിട്ട് വാങ്ങുക. അതിപ്പോ നടന്നിട്ടായാലും കിടന്നിട്ടായാലും ഇവിടെ വരണോ? അല്ല സാറേ, എന്റെ തന്നു വിട്ടാ മതി. ഇന്ത്യയിൽ അങ്ങോട്ട് തരിക. എന്തായാലും ശരി, പണ്ട് കയ്യിൽ തരുന്ന കായ് കൊണ്ടിരിക്കുക. എന്റെ ഭാര്യക്ക് സാരി വാങ്ങൂല. അത് സർക്കാരിന് എന്താ ഉറപ്പ്? സർക്കാർ തന്നെ, നമ്മളൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ സർക്കാർ. എന്തേ എന്നാ അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മാൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി. ആള് എപ്പോഴും വീട്ടിൽ വരുന്നതാണല്ലോ. ആര്? എന്റെ കയ്യിലോ? അതെ, എനിക്ക് പെൻഷനൊന്നും വീട്ടിൽ കൊണ്ടു തരാൻ പറ്റില്ല. എനിക്ക് കത്ത് കൊടുക്കാണ്ട്. കത്ത് കൊടുക്കല എന്റെ പണി, പെൻഷൻ കൊടുക്കലല്ല. പെൻഷൻ ആർക്കാണോ വേണ്ടത് ഒരു ഇവിടെ ഒന്ന് വാങ്ങുക. അതാ ഇവിടുത്തെ നിയമം. വരാൻ പറ്റില്ലെങ്കിൽ എടോ, ആംബുലൻസ് വിളിക്കേ. വരാൻ നടക്കാൻ പറ്റാത്ത അച്ഛനാണെങ്കിൽ ആംബുലൻസ് വിളിക്കുക, കാർ വിളിക്കുക. അങ്ങനെയൊക്കെയല്ലേ മക്കള് ചെയ്യല്? അതൊക്കെ ബ്രെന്നുണ്ടാക്കി വെച്ചാണ് നാട്ടുകാരെ. ഇവർക്ക് പെൻഷൻ പലതും കയ്യിൽ കിട്ടുന്നില്ല, മടക്കി വിടണു, എന്തൊക്കെ പരാതിയായിരുന്നു. ഇപ്പൊ വയ്യാത്തവരെ ഏറ്റിക്കൊണ്ടിരട്ടെ. ചെല്ലി ആംബുലൻസിലേറ്റം കൊണ്ടുവരും, അതാ നല്ലത് കേട്ടോ. അല്ലാണ്ട് കിട്ടില്ല അല്ലേ? അല്ലാണ്ട് കിട്ടൂല. സാറിന് വരാൻ പറ്റുമോ? വണ്ടി വിളിച്ചാ അങ്ങോട്ട് ഞാൻ നിങ്ങളെ പെരക്ക് വരേ? വരാൻ പറ്റില്ല അല്ലേ? എന്ത് വർത്താനങ്ങൾ പറയും? നമുക്കിവിടെ സാറിനാകുമ്പോ അസുഖമൊന്നുമില്ലല്ലോ, വണ്ടിയിൽ അങ്ങോട്ട് കയറി വരാലോ. ഓ, എന്നിട്ട് ആംബുലൻസ് വിളിച്ചിട്ട് എന്നെ കൊണ്ടാൻ പോണോ ഈ? ആണോ? അല്ല, അച്ഛൻ ഇങ്ങോട്ട് വരാൻ. അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. നമ്മൾ അവിടെ തന്നെ തരുന്ന സാധനം അല്ലാതെ ഇവിടെയാണുള്ള പൈസ ഇരിക്കണ എവിടെയാ? ഇവിടെ നിന്ന് അടുത്ത് തരിക കേട്ടോ. അത് കൂടുതൽ വർത്താനം പറയണ്ട, ഒരുപാട് പണിയില്ല അവിടെ. എന്നാ ശരി. ഓ, സുഗതാ, നമ്മൾ ആടെ ചെന്നിട്ട് അത് ആംബുലൻസിൽ എന്നിട്ട് പോയിട്ട് അച്ഛന് പെൻഷൻ കൊടുക്കാനേ. ഇവനക്ക് ഏത് ലോകത്തിനാണ് ജീവിക്കുന്നത് പഠിച്ചോ? നടക്ക്. കൈ പിടിച്ച് വലിച്ചല്ലടാ. നടക്കോ? എന്താ തള്ളേ? നോക്കി പിടിക്ക്. എവിടെയെങ്കിലും ഒന്ന് പോണെന്ന് അങ്ങോട്ട് വിചാരിച്ചാ പിന്നെ അച്ഛനില്ലാത്ത മൂളലും മുക്കലും ഇല്ല. ഇനി സകല അസുഖം അങ്ങോട്ട് ഉണ്ടാക്കി കൊണ്ടുവരും. ഇറങ്ങട്ടെ ഇറങ്ങട്ടെ. നിങ്ങൾ ഇന്നെ കൊണ്ടുപോണതേ പോസ്റ്റ് ഓഫീസിൽ തന്നെയാണോ അതോ എവിടെ കൊണ്ടുപോയി കളയാൻ പോവാണ്? അച്ഛനെ ഞങ്ങൾ കൊണ്ട് കളയാൻ പോവാ. ഞാണ്ടല്ലോ ഒന്നുമില്ലാച്ച അവള് അവളുടെ നാക്ക് വളച്ചോരൊന്ന് പറയണതല്ലേ? അയ്യോ, സത്യം പറഞ്ഞല്ലേ ഏട്ടാ? അച്ഛാ, പോണ വഴി ഏതെങ്കിലും വലിയ അമ്പലം കണ്ട അച്ഛനെ അവിടെ ഇറക്കി വിടും.
എന്താണ് അവള് പറയുന്നത്? എന്താ അച്ചാച്ചന് ഇത്ര നാളായിട്ട് അവളെ മനസ്സിലായിട്ടില്ലേ? ഞാൻ നിന്നോട് 100 പ്രാവശ്യമായി പറഞ്ഞിട്ട് വെറുതെ അതിനെ ഭ്രാന്ത് പിടിപ്പിക്കണ്ടാന്ന്. വെറുതെ നാക്കടക്കി നിർത്താൻ പറയണോട്. ഇങ്ങോട്ട് നടക്കൂ. ആ അവള് പറയണമെന്ന് അറിയില്ലല്ലോ അച്ഛന്. അതെ, ഈ കാറിന് കൊടുക്കാനുള്ള കാശൊക്കെ ഉണ്ടോ കയ്യില്? അതാ പെൻഷൻ കിട്ടിട്ട് അപ്പൊ കൊടുക്കാം. കണ്ട എന്തേ പെൻഷൻ കാശ് കിട്ടിയ പൈസ ഒരു പൈസ ഞാൻ തരില്ല. പൈസ ഞാൻ തരില്ല. നിനക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ഒരു 10 രൂപ ചെലവാക്കാൻ നിന്റെ കയ്യിലൊക്കെ വേണ്ടടാ. പോടാ പോടാ. അതെ അതെ, അച്ഛന് പെൻഷൻ കാശ് മേടിക്കാൻ പോകാൻ വേണ്ടിട്ട് വിളിച്ച വണ്ടി അത്. അതിന്റെ കാശാ ഞാൻ പറയണേ. അതിന്റെ കാശിന്റെ കാര്യം തന്നെ ഞാൻ പറയണത്. കൊടുക്കണ്ട. ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ മതി, അച്ഛന് വലിയ കുഴപ്പമില്ലാന്ന്. നീ ഒറ്റ എടുത്തേ കാർ വിളിക്കാൻ കാരണം. അച്ഛനെ കാർ തന്നെ കൊണ്ടുപോണം. അച്ഛാ, കൊണ്ട കളയാൻ പോകുമ്പോഴേ കുറച്ച് അന്തസ്സോടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. വേണ്ടടി, നിനക്ക് എന്താ തലക്ക് ഭ്രാന്ത? പിന്നെ ഓട്ടോയില് കൊണ്ടുപോയിട്ട് വേണം വല്ല നടു ഉളുക്കാൻ. അച്ഛൻ നടക്കാം അങ്ങോട്ട്. അച്ഛൻ നടന്നേ. ഇവളുടെ വാക്കൊന്നും അച്ഛൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഓരോന്നിനും ഇങ്ങനെ വഴക്കുണ്ടാക്കാനായിട്ട്. ആ ഡോറ് തുറക്ക് പോയിട്ട്. നിന്നേ, നിക്ക് പിടിക്കേ. നിനക്ക് പിടിക്കാൻ പറ്റുമോ? ഇല്ല അച്ഛാ. നിക്ക് അപ്പ വരാം. അതെ അച്ഛാ, പെൻഷൻ കിട്ടുമ്പോഴേ എനിക്കൊരു ഫ്രൈഡ് റൈസ് മേടിച്ചു തരോ? ഫ്രൈഡ് റൈസ് കണക്ക് ഇടാനും കൊടുക്കാനൊന്നും അവൻ വാങ്ങി തരില്ലേ. ഇത് തിന്നാനുള്ളതാ അച്ഛാ. തിന്നാനോ? താഴെ കൊണ്ടാണ് ഇറങ്ങിയാ മതി. ഇറങ്ങിക്കോ. പിടിച്ചിട്ടുണ്ട്. തട്ടിടരുത്. ഇല്ല അച്ഛാ, പിടിച്ചോണ്ട് ഒരു കാല് വെക്ക്. കൊടുക്കും. കാല് നോക്കണ്ട്. ഇങ്ങോട്ട് കയറിക്കോ. ഇതെന്തിനാ ഇവിടെ? ഞാൻ പിന്നെ കേറ്. അക്കാണത് ഞാൻ മുമ്പിലിരിക്കാം. ഞാൻ മുമ്പിലിരിക്കാം, അതാ നല്ലത്. അച്ഛാ, മുമ്പിൽ ഇരുന്ന ഒരു ബ്രേക്ക് അട്ട മോന്തെ കുത്തി അതിന്റെ മുകളിലേക്കാ പോവും. അതല്ലേ വേണ്ട പറയണേ. മുമ്പിലിരിക്കുന്നതാണ് ഒരു ഗമ. ഇത് പിടിക്കൊന്നും വേണ്ടേ ആള്? ഒന്നും പിടിക്കണ്ട. പോയി. ഇതെങ്ങനെയപ്പോ കേറഞ്ഞ്? കാല് വെക്ക്. കാല് വെക്ക്. എങ്ങനെ കാല് വെക്കണ് ഞങ്ങള്? എന്റെ കാല് വെക്കടാ. ഞാൻ എന്റെ കാല് വെക്കാൻ മതിയോ? തലക്കന്ന് തരുട്ടോ. നിക്ക് ഇവിടെ ഇരുന്നേ. എങ്ങനെ പറ്റുക? ഇരിക്കാൻ പറ്റുമോ? പിന്നെ തന്നെ ഇരിക്കാം. അതല്ലേ പറഞ്ഞ നേരത്തെ. മണ്ട് പോയിട്ട് ബാക്കിൽ കയറിയ പിന്നെ തന്നെ ഇരിക്കാം. വരട്ടെ. അടച്ചേ. ഇപ്പൊ ഓത്തൻ നിന്നോട് അവിടെ കയറി ഇരിക്കാനല്ല പറഞ്ഞേ, അച്ഛനെ പിടിക്കണം ഡോർ തുറന്നിട്ട്. അവിടെ അല്ലിങ്ങോട്ട് വന്നേ. നീ പിടിച്ച നിക്കച്ചാ പിടിക്കാൻ. ഞാൻ പോട്ടെ. കൂടെ വരാം. എന്തൊക്കെ കാണിക്കുന്ന 2 എണ്ണം. ഇവിടെ ഇരുത്തടി. ഇവിടെ ഇരുത്ത്. കാര്യം മതി. ഇവിടെ വെറുതെ ഇരിക്കും. ഇല്ലാന്ന് ഇരിക്കൂ. കാലെടുത്ത് വെച്ചാ കാലെടുത്ത്. അത്ര തന്നെ. ഇവിടെ ഇരുന്ന. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.